ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ കടശ്ശേരി കറൂർ മേഖലകളിൽ നിരന്തരമായി ഇപ്പോൾ കടുവയുടെ ശല്യമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കർഷകൻ്റെ പശുവിനെ പിടിച്ചു തിന്നുകയും ഇപ്പോൾ ഇന്നലെ തന്നെ 2 സംഭവങ്ങളാണ്. ഒരു തോങ്കോടൊരു ഭാഗത്ത് പോത്തിനെയും പിടിച്ചു, ഈ കറൂർ കുറുന്തോൺ ഭാഗത്ത് പശുവിനെയും പിടിച്ചു. അപ്പോൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ്, കടുവയാണ് ഇറങ്ങി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റ് താമസക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ട് ഈ ജനങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണണം. നമ്മൾ കണ്ട്, ഞാനും വേറെ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തോ ആവശ്യതയുണ്ട് അതിന്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കത്തില്ലേ നമ്മളെ. അങ്ങനെ ബഹളം വെച്ച് ചെറിയ നടന്ന അക്കല്ലോട്ട് കയറി പോയത്. ഓടിയൊന്നുമില്ല, ഓടിയില്ല, നടന്നാ പോയ. അതുപോലെ ഈ വാച്ചർമാരും കണ്ടല്ലേ? വാച്ചർമാരും കണ്ടു. ആ, വാച്ചർമാരൊരു 4 പേരുണ്ടായിരുന്നു. അവർ കണ്ട് ഇത് നടന്നു പോകുന്നത്. അവരാ വന്ന് രണ്ടാമത് എന്നെ കിടന്നെടുത്ത് വന്ന് ഇളക്കി വിട്ടത്. കടുവ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാ. കടുവ തന്നെ ഉറപ്പാ. നടുക്കൂടെ വരയുണ്ട്, ബ്ലാക്ക് വരയാ. സംഭവിച്ചത് ഞങ്ങൾ ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ട് ഇവൻ്റെ കരച്ചിൽ കേട്ടോണ്ട് ഓടി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഇതിനെ കടിച്ചു പിടിച്ച് വെച്ചോണ്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ 2 വയ്യാത്തവരാ, പിന്നെ RCCയിലെ ചികിത്സയിലിരിക്കുന്ന വരുക. അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾ ആകുന്നത് ചെയ്തു. അങ്ങനെ ആ ഓടിപ്പോയത്. പിന്നെ അവനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഡോക്ടറെയൊക്കെ വരുത്തി അവർ എല്ലാം ചെയ്തു തന്നു. ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ എന്നിട്ട് പറഞ്ഞേച്ച് പോയി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും തന്നു. ഇന്നലെയൊക്കെ ഇവനെ ഇവിടെ കിട്ടിയത്? രാത്രി ഇവിടെ കെട്ടിയില്ല. രാത്രി ഞങ്ങൾ അവിടെ കിടക്കുന്നിടത്താണ് കെട്ടിയത്. ഞങ്ങൾക്ക് പേടിയാണ്. കൊണ്ടോടാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. പക്ഷെ ഫോറസ്റ്റുകാർ വന്നവരില്ല, നമ്മളോട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തതും അവരെല്ലാം കണ്ടു കേട്ട് അവരാ ഡോക്ടറെ വരുത്തിയതും മരുന്ന് വെച്ചതും പിന്നെ എല്ലാം ചെയ്തു തന്ന് ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള നമ്പരും അവർ തന്നിട്ടുണ്ട്.